ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വിരുമ്പി പുളിയും അയിലയും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന ഒരു കറിയാണ് ചെയ്യുന്നത്. നാട്ടിൻപുറത്തുള്ളവരൊക്കെ വെക്കുന്ന വളരെയേറെ രുചികരമായ കറികളിലൊന്നാണിത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ റെസിപ്പികൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷൻ കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പുളിയാണിത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ പൂവൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പൂവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നീളനായിട്ടാണ് ഞാൻ കട്ട് ചെയ്യാറ് കറിക്കിടാനായിട്ട്. ചിലരിത് വട്ടനായിട്ട് കട്ട് ചെയ്യും. നമ്മളിപ്പോൾ വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികവും വട്ടം വട്ടമായിട്ടാണ് കട്ട് ചെയ്തെടുക്കാറ്. അപ്പോൾ നമ്മുടെ പുളിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കാന്താരി മുളകും കൂടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 അയിലയാണ് ഞാൻ കറി വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. 1 കിലോ അയിലയാണ്. അതിലേക്ക് ഞാനൊരു തേങ്ങയുടെ പാല് പിഴിഞ്ഞ് തലപ്പാലാണിത്. ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 2ാം പാൽ ഒഴിച്ച് നമുക്ക് കറി ആദ്യം വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ചൂടായി വന്നിട്ട് അതിലേക്ക് ഞാൻ വേപ്പില, കാന്താരി മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ഇതെല്ലാം അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്കിനി വേണ്ട മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അര സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. മൊരിക്കേണ്ട. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 2ാം പാൽ വെച്ചിട്ടുണ്ടല്ലോ, അത് 2 ഗ്ലാസ് ഉണ്ട്. അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അയില ഇട്ട് കൊടുക്കാം. അയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മേലെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം മുളക് പൊടി കുറച്ചാണ് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ കറിക്ക് മുളക് പൊടി കുറവാണ് നല്ലത്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തലപ്പാൽ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ടൈം ഉപ്പ് കറക്റ്റ് ചെയ്യാം. തലപ്പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ആ ഒരു കടായി എടുത്തൊന്ന് പതുക്കെ ഒന്ന് ചുറ്റിക്കുക. ഇനി ഇത് തിളച്ചു തുടങ്ങി 1 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റ് തിളച്ചാൽ മതി, അതിനാണ് കൂടുതൽ തിളയ്ക്കേണ്ട.
ആ സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളിയും വേപ്പിലയും ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഇന്ത്യാലയത്തിൻ്റെ ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയും വേപ്പിലും നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്കിനി തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ അയിലയും വിരുമ്പമ്പുളിയും കൂടിയുള്ള കറി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.